നിങ്ങൾക്ക് സ്നേഹം തന്ന് ഒരുപാട് നിങ്ങളെ സന്തോഷിപ്പിച്ചവർ തന്നെ പിന്നീട് നിങ്ങൾക്ക് വേദനകൾ തന്ന് നിങ്ങളെ ദുഃഖിപ്പിക്കുന്നത് എന്തുകൊണ്ട്? ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം ഒരുപാട് നിങ്ങളെ സ്നേഹിച്ചു, പക്ഷെ അവർ നിങ്ങളെ ഏതെങ്കിലും വിധത്തിൽ മടുക്കുമ്പോൾ നിങ്ങൾക്ക് പിന്നീട് വേദനകൾ തരാൻ തുടങ്ങും, അല്ലെങ്കിൽ നിങ്ങളെ അവർ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങുന്നു. അത് നിങ്ങളുടെ മനസ്സിന് നല്ല വേദനയായിത്തീരുന്നു. ചിലർ സ്നേഹിച്ച് നിങ്ങളുടെ പുറകെ നടന്ന് അവരുടെ കാര്യങ്ങൾ എല്ലാം നടന്നു കഴിയുമ്പോഴും വേദനകൾ തന്ന് അവർ അവരിൽ നിന്ന് നിങ്ങളെ അകറ്റാൻ തുടങ്ങും. അവരുടെ കാര്യങ്ങളെല്ലാം നടന്നു കഴിഞ്ഞു, കാരണം അവരുടെ സ്നേഹം ആത്മാർത്ഥമല്ലായിരുന്നു. അവർ ആഗ്രഹിച്ചൊക്കെ നടന്നു കഴിയുമ്പോൾ നിങ്ങളെ അവരിൽ നിന്നും അകറ്റി വിടണം, അല്ലെങ്കിൽ അവർക്ക് നിങ്ങളിൽ നിന്നും ഒഴിവായി പോകണം. അതിനുവേണ്ടി നിങ്ങൾക്ക് വേദനകൾ തന്ന് നിങ്ങളെ അകറ്റാൻ ശ്രമിക്കും. അപ്പോൾ ആദ്യം കാണിച്ച ആ സ്നേഹമൊക്കെ വെറും ഫേക്ക് ആയിരുന്നു എന്ന് മനസ്സിലാക്കാം. അവസാനമാണ് ഇതൊക്കെ മനസ്സിലാവുക. വെറും തമാശയ്ക്ക് വേണ്ടി മാത്രം നിങ്ങളെ സ്നേഹിച്ച് പുറകെ നടന്നവരും, അല്ലെങ്കിൽ സ്നേഹം അഭിനയിച്ച് നടന്നവരും, നിങ്ങളെക്കാൾ നല്ല ആളുകളെ അവർ കണ്ടെത്തുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെ കിട്ടുമ്പോൾ നിങ്ങൾക്ക് വേദനകൾ തന്നു തുടങ്ങും. കാരണം നിങ്ങളെ ഒഴിവാക്കി വിടുക എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. നിങ്ങൾ തനിയെ ഒഴിവായി പോകണം. അവരായിട്ടൊന്നും പറയില്ല. നിങ്ങളെ വേദനിപ്പിച്ച് കഴിയുമ്പോൾ നിങ്ങൾ തന്നെ പൊക്കോളും. അപ്പോൾ അവർക്ക് മറ്റുള്ളവരുടെ പുറകെ നടക്കാം. ഇതാണ് ഇതിൻ്റെ പിന്നിൽ മറിഞ്ഞിരിക്കുന്ന കാര്യം. നിങ്ങളെ അവർ കുറേ സ്നേഹിച്ച് കഴിയുമ്പോൾ നിങ്ങൾ അവർക്ക് പറ്റിയ ആൾ അല്ല എന്ന് അവർക്ക് തോന്നുമ്പോഴും നിങ്ങൾക്ക് വേദനകൾ തന്ന് അവർ നിങ്ങളെ അവരിൽ നിന്ന് അകറ്റാൻ നോക്കും. ഇതൊക്കെ അവരുടെ മനസ്സിൻ്റെ അവസ്ഥയാണ്. അവരുടെ മറ്റു ബന്ധങ്ങളെയോ അല്ലെങ്കിൽ മറ്റ് അവസ്ഥകളെയോ ഒക്കെ നിങ്ങൾ ചോദ്യം ചെയ്താൽ, അല്ലെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് അവരോട് സംസാരിക്കുകയാണെങ്കിൽ അപ്പോഴും അവർ വേദനകൾ തന്ന് നിങ്ങളെ അകറ്റാൻ നോക്കും. കാരണം അവർക്ക് പല ബന്ധങ്ങളുമുണ്ട്. നിങ്ങളെ മാത്രമല്ല പലരെയും സ്നേഹിച്ച് നടക്കുന്നു. ഇതൊന്നും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. പിന്നീട് അറിയുമ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അത് അറിഞ്ഞല്ലോ എന്ന് വെച്ചിട്ട്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിച്ചല്ലോ എന്ന് വെച്ചിട്ടുള്ള അവസ്ഥകൾ, മാനസികാവസ്ഥകൾ സംഭവിക്കുമ്പോൾ നിങ്ങളെ അകറ്റി വിടാനുള്ള പരിപാടികൾ നോക്കും. നിങ്ങൾ ഇനി പൊക്കോട്ടെ എന്നുള്ളതാണ്. അദ്ദേഹത്തിന് വേറെ ആളുകളെ കിട്ടിയല്ലോ എന്നുള്ളൊരു മനസ്സാണ്. നിങ്ങൾ ഇനി പൊക്കോട്ടെ എന്നുള്ളതാണ്. കാരണം ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് വിഷമം തോന്നും. നിങ്ങൾ സ്നേഹിച്ച വ്യക്തിക്ക് മറ്റ് ബന്ധങ്ങളുണ്ട് എന്നറിയുമ്പോൾ. ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുമില്ല. അപ്പോൾ നിങ്ങളത് ചോദ്യം ചെയ്യുമ്പോൾ നിങ്ങളെ ഒഴിവാക്കാനുള്ള വഴികൾ അവർ നോക്കും. നിങ്ങളോട് അവർക്ക് ആത്മാർത്ഥ സ്നേഹം ഇല്ല, പക്ഷേ നിങ്ങൾക്ക് അവർ ഇല്ലാതെ പറ്റില്ല. നിങ്ങൾ അവരെ ഒരുപാട് സ്നേഹിക്കുന്നു, എന്നാൽ അവർക്ക് നിങ്ങളോട് സ്നേഹവുമില്ല. ഇങ്ങനെ വരുമ്പോഴും നിങ്ങൾ അവരുടെ തലയിലാകുമോ എന്ന് വെച്ച് വേദനകൾ തന്ന് അകറ്റാൻ നോക്കും. അവർ നിങ്ങളെ സ്നേഹിക്കുന്നില്ല, നിങ്ങൾക്ക് അവരില്ലാതെ പറ്റുകയില്ല. നിങ്ങൾ ഒഴിഞ്ഞു പോകുന്നുമില്ല. അപ്പോൾ അവർ പേടിച്ചു പോകുന്നു, ഇനി അവരുടെ തലയിലാകുമോ എന്ന്. അപ്പോൾ വേദനകൾ തരികയാണെങ്കിൽ നിങ്ങൾ പൊക്കോളൂലോ. ഇതാണ് ഇതിൻ്റെ വേറൊരവസ്ഥ. ഒരുപാട് പേർക്ക് ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. നിങ്ങളെ സ്നേഹിച്ച് കുറേ കഴിയുമ്പോൾ അവർക്ക് തോന്നുകയാണ് നിങ്ങൾ പണപരമായി ഒന്നും ഇല്ലാത്തവരാണ്, അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റാറ്റസ് ഇല്ലാത്തവരാണ് എന്ന്. അപ്പോൾ വേറെ സ്റ്റാറ്റസ് ഉള്ളവരെ കാണുമ്പോൾ നിങ്ങളെ അവോയ്ഡ് ചെയ്യുകയും വേദനിപ്പിക്കുകയും ചെയ്യും, നിങ്ങൾ പോകാൻ വേണ്ടി. ഇങ്ങനെയും സംഭവിക്കുന്നുണ്ട്. സ്നേഹം അഭിനയിച്ച് നിങ്ങളുടെ പുറകെ നടന്നു, പിന്നെ അവരുടെ ആവശ്യങ്ങൾക്ക് നിങ്ങളെ കിട്ടിയില്ലെങ്കിലും അവർ വേദനകൾ തന്ന് നിങ്ങളെ ഒഴിവാക്കാൻ നോക്കും. യഥാർത്ഥ സ്നേഹമൊന്നുമില്ലായിരുന്നു, സ്നേഹം അഭിനയിച്ച് പുറകെ നടക്കുകയായിരുന്നു. പക്ഷേ അവർ ആഗ്രഹിക്കുന്ന ഒന്നും കിട്ടുന്നില്ല. നിങ്ങളിൽ നിന്ന് പല കാര്യങ്ങളും അവർ നേടിയെടുക്കാൻ നോക്കി. അത് പണമാകാം, സെക്സ് ആകാം, അങ്ങനെ പലതും. അവരുടെ ആവശ്യങ്ങൾ എന്തോ അത് നിങ്ങളിൽ നിന്ന് സാധിക്കുമെന്ന് വെച്ച് നടന്നു. പക്ഷെ അത് കിട്ടാതാവുമ്പോൾ അവർ നിങ്ങളെ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങും, വേദനിപ്പിക്കാൻ തുടങ്ങും. ഇങ്ങനെ വരുമ്പോൾ ചിലർ ക്രൂരന്മാർ ആയി പെരുമാറാറുണ്ട്. അതായത് ആ സ്നേഹിച്ച വ്യക്തിയോട് വളരെ ക്രൂരതയോടെ പെരുമാറും. ഒരു കാര്യം പറഞ്ഞാൽ ചെയ്യില്ല, അതേപോലെ ദേഷ്യപ്പെടും. അങ്ങനെ പല രീതിയിലും അവോയ്ഡ് ചെയ്ത് അവരുടെ മനസ്സിനെ തകർക്കുന്ന അവസ്ഥകളുമുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കുക. ഇതൊന്നും യഥാർത്ഥ സ്നേഹത്തിൻ്റെ അവസ്ഥകളല്ല. ഇതൊക്കെ വെറും ഫേക്കാണ്. ഇവരുടെയൊന്നും കൂടെ നടക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. ജീവിതം ഭദ്രമായി തീരും, അല്ലെങ്കിൽ തകർന്ന് തരിപ്പണമാവും മാനസികമായി. ഇതൊക്കെ അറിഞ്ഞിരിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറന്നു പോകേണ്ട. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.